ഹായ് ഹലോ വെൽക്കം ടു ഗ്ലോ വിത്നസ്. ഞാൻ അസിവ. ഇന്നൊരു ചെറിയൊരു ഹൗസ് വാമിങ് ഫംഗ്ഷൻ ഉണ്ട് കാസർഗോഡ് സ്ലാങ്ങിലായിരുന്നെങ്കിൽ ഒരു പരിപാടി. അപ്പം എൻ്റെ കുടുംബസമേതം മുഴുവനായിട്ട് ആ ഫംഗ്ഷന് പോകുന്നുണ്ട്. കാത്ത് ഒരു പരിവായി. ബിക്കോസ് ഞങ്ങൾ വിളിച്ച ഓട്ടോ ഇതുവരെ എത്തിയിട്ടില്ല. ഒരു 10 മിനിറ്റായി വിളിച്ചിട്ട് ഇട്ട പുട്ടിയൊക്കെ ഒളിച്ചു പോകാനും തുടങ്ങി. ആൻഡ് അവസാനം ഓട്ടോ വന്നു. ഞങ്ങൾ പകുതി ആൾക്കാർ ഓട്ടോയിൽ പോയി, 2 ആൾക്കാർ ബൈക്കിൽ പോയി. ആൻഡ് ഇവിടുന്ന് ഒരു 10-20 മിനിറ്റ് ഉണ്ട് അവിടെ എത്താൻ. സോ അവിടത്തേക്ക് ഇറങ്ങി. അപ്പോൾ എൻ്റെ മോൾക്കും മോനിക്കും എന്ന് വെച്ചെങ്കിൽ പുറത്ത് പോകുന്ന ഭയങ്കര ഇഷ്ടം. ആൻഡ് ഓറ് ഈ കാഴ്ചകളെല്ലാം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതൊരാളുടെ ഡ്രീം ആയിരിക്കുമല്ലോ സ്വന്തമായിട്ടൊരു പുര വേണമെന്നത്. സോ അവരവരുടെ ഡ്രീം അച്ചീവ് ആക്കിയിട്ടുണ്ട്. ആൻഡ് ഇതാണ് ഓരുടെ സ്വപ്ന ഭവനം. ഓരോന്ന് പറയുമ്പോൾ ആരും വിചാരിക്കുന്നുണ്ടാവുമല്ലോ, ഓരോന്ന് പറയുമ്പോൾ എൻ്റെ കുഞ്ഞാൻ്റെ മോനും മരുമോളും. ആൻഡ് ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് തന്ന്. സോ അത് കുടിച്ച് അത് ഉള്ളിലേറി. ആൻഡ് ഞങ്ങൾക്ക് കഴിയാവുന്ന ഒരു രീതിയിലൊരു ഹോം ടൂർ എടുത്തിട്ടുണ്ട്. ബിക്കോസ് അവിടെ കുറേ ആൾക്കാരുണ്ടായി. പിന്നെ ഒരു കഴിയുന്ന രീതിയിലൊരു ഹോം ടൂർ എടുത്ത്. ഞാൻ ആദ്യം കണ്ടതൊരു ഹാളും പിന്നെ ഡൈനിങ് ഹാളുണ്ട്. ആൻഡ് മേളിലേക്ക് സ്റ്റെപ്പ് ഉണ്ട്. ബട്ട് മേളിൽ റൂമൊന്നുമില്ല. 2 ബെഡ്റൂമിൻ്റെ ഒരു കുഞ്ഞു വീട്. ആൻഡ് പ്രത്യേകിച്ചൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ അനിയത്തി പ്രത്യേകിച്ചിട്ട് പറഞ്ഞു, ഓളെ വീഡിയോ അപ്ലോഡ് ആക്കുന്നതിനേക്കാളും മുന്നേ ഓൾക്കൊന്ന് കാണിക്കണമെന്ന്. ഓൾ നല്ലുണ്ടെങ്കിൽ മാത്രം അപ്ലോഡ് ആക്കാൻ മതിയെന്ന്. അപ്പോൾ വളരെ നല്ലത് തന്നെയല്ലേ വീഡിയോസ് എല്ലാം എടുത്തിട്ടുള്ളത്. പിന്നെ ഇനിയൊരു ബെഡ്റൂം, ഇതാണ് ഇനിയൊരു ബെഡ്റൂം അതല്ലേ. ആൻഡ് പറഞ്ഞില്ല, ടോട്ടൽ 2 ബെഡ്റൂം, അത് സെക്കൻഡ് ബെഡ്റൂം ഇത്. പിന്നെ ഒരു കുഞ്ഞ് മിറർ ഈടുണ്ട് വാഷ് ബേസിൻ്റെ അടുത്ത്. പിന്നെ ഒരു കിച്ചണുണ്ട്. ഒരു കിച്ചണിൻ്റെ അടുത്ത് തന്നെ ഒരു സ്റ്റോർ റൂമുണ്ട്. ആൻഡ് പിന്നെ ഒരു കിച്ചണിൻ്റെ പുറത്ത് പിന്നെ മുറ്റം. പിന്നെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുമല്ലോ, ഈ പുര കൂടിയായിട്ട് പുരൻ്റെ പന്തലെല്ലാം എടുത്തു. പുരൻ്റെ പന്തലെല്ലാം ഉണ്ടറിയോ, അവരുടെ അപ്പുറത്ത് വരെ അറിഞ്ഞെങ്കിൽ അത് അവരുടെ ബ്രദറിൻ്റെ തന്നെ പുര. ഡാൻസ് അപ്പോൾ പുരൻ്റെ മുമ്പിൽ കാണുന്നതാണ് അവരുടെ തറവാട്. പുരൻ്റെ മുമ്പിൽ ഒന്നിച്ചുണ്ടായ പുര. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പന്തൽ പോയി. അപ്പോൾ പന്തൽ വന്ന് എന്തിനെന്ന് അറിയുമല്ലോ, ഫുഡ് കഴിക്കാൻ. ഫുഡ് എന്ന് പറഞ്ഞെങ്കിൽ ചിക്കൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ, പായസം. അപ്പോൾ അത് നല്ല രീതിയിൽ വയറ് നിറച്ച് കഴിച്ച്. അപ്പോൾ ഈ ടാബിളിന് ചുറ്റുള്ളതെല്ലാം എൻ്റെ കസിൻ സിസ്റ്റേഴ്സും എൻ്റെ ആമ്മമാരും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഓരെല്ലാം ഫോട്ടോയിൽ ഇൻക്ലൂഡ് ആക്കണം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഓരെല്ലാം ഞാൻ ഇട്ട് അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും പിക്ക് എടുക്കാൻ പോയി. അപ്പോൾ ഒരു ഫോട്ടോഷൂട്ട് അപ്പാരത അങ്ങനെ പറയാം. ഏതെല്ലാ രീതിയിൽ പോസ് ഇടാൻ കഴിയുന്ന ആ എല്ലാ രീതിയിൽ പോസ് ഇട്ടിട്ട് എത്ര കഴിയുന്ന അത്ര ലോ പിക്ക് എടുത്ത്. ഈ പിക്ക് എടുക്കുന്ന സമയത്താണ് കാണുന്നത് എൻ്റെ മോളെ ഏതോ ഒരു നാട്ടിലേക്ക് പോകുന്നത്. പിന്നെ ഞാൻ ഓളെ ബാക്കിൽ ഓളെ പിടിക്കാൻ പോയി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 4-5 മണിയാകുമ്പോൾ ഞങ്ങൾ പുരൻ്റെ മുറ്റത്ത് എല്ലാവരും വട്ടത്തിൽ ഇരുന്നിട്ട് ചായ കുടിക്കാനിരുന്ന്. ഞാൻ ചായ കുടിച്ചുകൊണ്ടും കഥ പറഞ്ഞുകൊണ്ടും നാണോ അറിഞ്ഞുകൊണ്ടും ചില ആൾക്കാർ ഫോട്ടോ എടുത്തുകൊണ്ടും പിള്ളേരെല്ലാം കളിച്ചുകൊണ്ടും ഇങ്ങനെയായി. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഒരു അടുത്തൊരു കലാപരിപാടിക്ക് തുടക്കം കുറിച്ച്. എന്തെന്ന് പറഞ്ഞെങ്കിൽ കസാര കളി, ലെമൺ വിത്ത് സ്പൂണ്. ഇതിൽ പിള്ളേർ മാത്രമല്ല, പിള്ളേരായാലും വലിയ ആളായാലും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ആക്കി. ഈ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് എന്തെന്നല്ലെങ്കിൽ എൻ്റെ അവളപ്പന്മാർ, കസിൻ സിസ്റ്റർ, ബ്രദർ ഓരെല്ലാം ഗൾഫിലുണ്ട്. അപ്പോൾ എല്ലാം ഞങ്ങൾ എല്ലാവരും മിസ് ചെയ്ത്. ഈ ഒരു ഒന്നൊന്നര വൈബായിരുന്നു. എല്ലാവരും ഈ ഒരു മൊമെൻറ്റ് എൻജോയ് ചെയ്ത്, പിള്ളേരായാലും വലിയ ആളായാലും എല്ലാവരും എൻജോയ് ചെയ്ത്. പിന്നെ ഞങ്ങൾ അടുത്തൊരു ഗെറ്റ് ടുഗദറിൻ്റെ മീറ്റപ്പിന് പ്ലാനിങ് തുടങ്ങി. ഓരോരാൾ ഓരോ സ്ഥലം സജസ്റ്റ് ചെയ്ത് ഓരോരാൾക്ക് ഓരോ ഒപ്പീനിയൻ ഉണ്ടായി. അപ്പോൾ ആ ഒരു പ്ലാനിങ് അവിടെ ഒരു എൻഡിലെത്തിയിട്ടാണ്. പക്ഷെ ഇപ്പം പ്ലാനിങ് നടന്നുകൊണ്ടുണ്ട്, എന്താവും അറിയില്ല. പിന്നെ ഞങ്ങളെ ഈ ഒരു കലാപരിപാടിക്ക് എല്ലാവരും അങ്ങനെ ഉണ്ടായിട്ടാണ്. കാരണം ചില ആൾക്കാർ ഫാമിലി മെമ്പേഴ്സ് ഒരു 3 മണിയാകുമ്പോൾ തന്നെ പോയിന്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ടായി, ഓർക്ക് ഇതെല്ലാം മിസ്സായി പോയവ. പിന്നെ ചില സമയത്തെല്ലാം ഞങ്ങൾ ഇതിൽ ചിരിച്ച് ചത്തുപോയിന്. അങ്ങനത്തെ എല്ലാം മൊമെൻറ്റ്സിലുണ്ടായിന്. അത്രയും എൻജോയ് ചെയ്തിന് ഞങ്ങൾ. ശരിക്കും പറഞ്ഞില്ല, ഞങ്ങളെല്ലാം ഒന്ന് ചെറുതായ പോലെ ഫീലായിപ്പോയി. ഈ ചെറിയ പിള്ളേരെ പോലെ ഞങ്ങളും പിള്ളേരായിപ്പോയി. ഞങ്ങൾക്ക് എന്നല്ല, ഞങ്ങൾ ഉമ്മാമാർക്ക് എല്ലാവർക്കായാലും ഓരെല്ലാം ഒരു ചെറുതായ പോലെ ഫീലായിരുന്നു. കാരണം ഓരുടെ കളിയും തമാശയും ചിരിയെല്ലാം കാണുമ്പോൾ അത്ര ഓർ എൻജോയ് ആക്കിയിട്ടുണ്ട്. നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടായിന്. പിന്നെ ഈ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടായിട്ട് വിജയികൾക്കും വിജയികളല്ലാത്തവർക്കും എല്ലാവർക്കും ഐസെല്ലാം മേയി തന്ന്. ഞാൻ ക്ഷീണം മാറ്റാൻ ഐസെല്ലാം തിന്ന്. അതുകൂടാതെ പിന്നെ ഇതിലെല്ലാം ഞാനും പാർട്ടിസിപ്പേറ്റെല്ലാം ആക്കിന്. പക്ഷെ ഒന്നും കിട്ടിയിട്ട. പിന്നെ ഈ ഒരാൾ ആരറിയോ, ഇതാണ് മൈ മമ്മി, എൻ്റെ ഉമ്മ ഈ ബോളിന് അപ്പുറത്തെ വളപ്പിലേക്ക് തെറിപ്പിച്ച ഒരാൾ. ഇതാണ് എൻ്റെ ഒരു കുട്ടി ഫാമിലി അല്ല, ഒരു വലിയൊരു ഫാമിലി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. പിന്നെ ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.